ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്ന വണ്ടിയുടെ എഞ്ചിൻ വർക്ക് അല്ലെങ്കിൽ ഇന്ന എഞ്ചിൻ കംപ്ലൈൻറ്റ് അത് ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് ഏകദേശം എന്ത് എക്സ്പെൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഓരോ വണ്ടിക്കും വന്നേക്കുന്ന കംപ്ലൈൻറ്റിനെ ആശ്രയിച്ചിരിക്കും ശരിക്കും അതിലേക്കുള്ള പണി എത്രത്തോളം കോസ്റ്റ്ലി ആണെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വണ്ടീനെ സംബന്ധിച്ച് ഭയങ്കര സ്മോക്കായിട്ട് വന്നതാണ്. സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് P0016 എന്നുള്ള ട്രബിൾ കോഡ് കണ്ടു. അത് ഇച്ചിരി ഡേഞ്ചറാണ്. ടൈമിംഗ് ഔട്ടായി ഓടുമ്പോൾ വരുന്ന സംഭവമാണത്. ബാക്കി P0183 എന്നുള്ളൊരു കോഡുണ്ട്. അത് ഫ്യൂൽ ടെമ്പറേച്ചർ സെൻസർ, അതായത് അതിൻ്റെ ഫ്യൂൽ ഫിൽട്ടർ അസംബ്ലിക്ക് കംപ്ലൈൻറ്റ് വരുന്ന ഒരു കൂട്ടത്തിലാണ് ഈ ഒരു വണ്ടി. അത് വിഷയമില്ല. പക്ഷേ ഇത് കണ്ടതോടുകൂടി തന്നെ നമുക്ക് ഏതാണ്ട് നല്ലോണം ഇൻസ്പെക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേഷൻ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പാനൽ അയച്ചപ്പോൾ തന്നെ എഞ്ചിൻ മൊത്തത്തിലൊന്ന് ഇൻസ്പെക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതാ ഈ ഭാഗത്ത് ടൈമിംഗ് കവർ നമ്മൾ കണ്ടു. അപ്പോൾ ഒന്ന് ഏതാണ്ട് പണിതിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. നല്ലോണം സീലൻറ്റ് വാരി പുത്തിയിട്ടുണ്ട്. അതേപോലെ ഇട്ടിട്ടുണ്ട്. ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും താഴത്തേക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ശരിക്കും ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പം ഇത് കിട്ടിയിരിക്കുന്നത്. എക്സോസ്റ്റിലുള്ള സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറക്കും തളിക മാറി നിൽക്കും. അതാണ് അവസ്ഥ. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. കാരണം ഈ ഏരിയയിലൊന്നും നിൽക്കാൻ പറ്റില്ല. വർക്ക്ഷോപ്പ് വിട്ട് നമ്മൾ ഓടേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. എക്സോസ്റ്റിലൂടെ അതുപോലെ ഓയിൽ. പിന്നെ നോട്ടീസ് ചെയ്ത കാര്യം, കൺവെർട്ടർ ആയിരിക്കും. ഇത് കൺവെർട്ടർ പൊട്ടിച്ചിട്ടുണ്ട്. ഇറ്റ് മീൻസ് ഇനി കൺവെർട്ടർ മാറണമെങ്കിലുള്ള കോസ്റ്റ് അറിയാമല്ലോ എത്രത്തോളം ഉള്ളത്. നമ്മൾ നോർമലി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, കൂടുതൽ എസ്റ്റിമേഷൻ കൂടി പോകാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇത്ര ആയപ്പോഴത്തേക്ക് എന്തായാലും ടർബോ നോക്കണമല്ലോ. അപ്പോൾ അതാ ടർബോ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇനി എന്ത് മിച്ചമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ടർബോ തന്നെ മാറേണ്ടി വരും. സർവീസ് ചെയ്തെടുക്കേണ്ട സാധനം മാറി വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 13 സംതിങ് കോസ്റ്റ്. അപ്പം അത് എക്സസ് കോസ്റ്റായിട്ടാണ് ഈ ഒരു വർക്കിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വണ്ടി വന്ന് കയറുന്ന അല്ലെങ്കിൽ അതിന് വന്നേക്കുന്ന ഡാമേജിൻ്റെ അടിസ്ഥാനത്തിലിരിക്കുക അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഒന്ന് എന്തായാലും അഴിച്ച് പണിതിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ല. സംഭവം അഴിച്ച് പണിതിട്ടുണ്ട്. എന്തോ അതിനകത്ത് പറ്റി വീണ്ടും കംപ്ലൈൻറ്റ് അയക്കുന്നതാണ്. MC ഒട്ടിരിക്കുന്ന കാണാം. അതുപോലെ ഓയിൽ ലീക്ക്, നല്ല ഓയിൽ ലീക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഓയിൽ കൂളറിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ പുതിയതിടണം. അതെല്ലാം നമ്മൾ മറ്റുള്ള ഇഞ്ചിൻ റീബിൽഡിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റൽ ചിപ്സ് ഉണ്ട് എല്ലായിടത്തും ഈ കാണുന്ന പോലെ. വാട്ടർ പമ്പ് കണ്ടു കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ അഭിഷേകമാണ്. ഇതുപോലെയാണ് ബോണ്ടിട്ട് വാട്ടർ പമ്പ് കയറ്റിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മാറേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അതും മാറേണ്ടി തന്നെ വരും. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ടൈമിംഗ് കവറിൻ്റെ ഭാഗം MC വാരി പൊത്തി ഒട്ടിച്ചിട്ടുണ്ട്. മിക്കവാറും ഇത് ക്രാക്കായിട്ടുണ്ടാവും. എനിവേസ് അത് ഊരി പുറത്തെടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഇതുപോലെയാണ് MC ഇട്ടേക്കുന്നത്. എന്നിട്ട് ഓയിൽ ലീക്ക് നിന്നിട്ടില്ല. MC ഇട്ട ഓയിൽ ലീക്ക് നിൽക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഈ കവർ ഇൻ കേസ് പോയിട്ടുണ്ടെങ്കിൽ ഈ കവർ നല്ല എക്സ്പെൻസീവാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പം നമ്മൾ കവർ അയച്ചു. പൊട്ടിയ പീസ് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ള പീസ് കവറിൽ പൊട്ടൽ ഇവിടെ കാണാം. പിന്നെ അതിനകത്തൊന്നും ചെയ്യാനില്ല. ഈ ഒരു കവർ എന്ന് പറഞ്ഞാൽ ഓയിൽ പമ്പോട് കൂടി ഈ കവർ കിട്ടുള്ളൂ. നമ്മൾ പുതിയൊരു കവർ ഷെവർലയിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു അപ്രോക്സ് ഒരു 8 രൂപയെങ്കിലും മിനിമം വരും ഈ സാധനത്തിന്. അപ്പം അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ് ഈ ഒരു കേസിൽ. ഈ സെക്കൻഡ് നോക്കണമെങ്കിൽ തന്നെ അതുപോലെ നല്ല സാധനം, കാരണം എടുത്ത് പാടെ കൊണ്ട് വയ്ക്കാനും പറ്റത്തില്ല. ഓയിൽ പമ്പൊക്കെ കറക്റ്റാണോ നോക്കി ചെക്ക് ചെയ്തിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുവയ്ക്കാനായിട്ട്. ഇത്രയും ഒരു സ്ഥിതിയായ ഒരു അവസ്ഥയിലായതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ബാലൻസർ ഷാഫ്റ്റ് നോക്കാം. ഈ കവറിനകത്ത് ബാലൻസർ ഷാഫ്റ്റ് കാണും. ടൈമിംഗ് ഔട്ടാകുന്ന കേസുകളിൽ ബാലൻസർ ഷാഫ്റ്റ് കണക്റ്റിംഗ് റാഡോ ക്രാങ്കോ ഒക്കെ ആയിട്ട് ക്ലാഷായി ചിലപ്പം ഡാമേജസ് കൂടുതൽ വരാറുണ്ട്. ക്രാങ്കിനോ ബാലൻസർ ഷാഫ്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ കണക്റ്റിംഗ് റാഡ്സിനൊക്കെ ഡാമേജസ് വരാറുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ മുന്നേ കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് വരെ ഡാമേജ് ആയി പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ സൈഡ് നമ്മൾ നോക്കേണ്ടതിന് വരും. പിന്നെ എന്തായാലും ഹെഡ് അയക്കുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നല്ലോണം സ്ലഡ്ജും ഉണ്ട്. എല്ലായിടത്തും നല്ല സ്ലഡ്ജ്, മെറ്റൽ തരികളുള്ള ഒരു പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ഹൈഡ്രോ ഗ്ലാസ് അഡ്ജസ്റ്റർ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് അഡ്ജസ്റ്റർ വലിയ എലമ്പില്ല. പക്ഷേ അതിൻ്റെ റോളർ ടാപ്പറ്റിലെല്ലാം സ്ക്രാച്ച് മാർക്സ് ഉണ്ട്. റോളർ ടാപ്പറ്റിലെല്ലാം സ്ക്രാപ്പ്. ഓയിൽ ഇതുപോലെ ചിലവുള്ളപ്പോൾ ഓയിൽ കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞു പോയിട്ട് ഓടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതായി കാണുന്ന കണക്ക് സ്ക്രാച്ച് മാർക്ക് ഉണ്ട്. ചെറിയ രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസംബ്ലി നമുക്ക് മാറേണ്ടത് തന്നെ വരും. ഇങ്ങനെയൊരു പിടുത്തം ഇതിനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് മാറാതെ നമുക്ക് കൂട്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ രക്ഷയില്ല, മാറേണ്ടി തന്നെ വരും. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹെഡും കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലായിടത്തും സ്ലഡ്ജോട് കൂടിയ മെറ്റൽ ചിപ്സുകളാണ്. ഓയിലെടുത്ത് നമ്മൾ കയ്യിലെടുത്തൊന്ന് ഇങ്ങനെ ഞെരടുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ മെറ്റൽ ചിപ്സുകൾ കാണാം. അതാണ് അവസ്ഥ. ക്യാം ഷാഫ്റ്റ് വലിയ എലമ്പായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അതിൻ്റെ എക്സെൻട്രിക്കിൻ്റെ അളവൊക്കെ എടുത്തിട്ട് നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.
ബാക്കി റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഈ പാക്കിങ് മാറേണ്ടി വരും. പാക്കിങ്ങൊക്കെ ബോണ്ട് ഇട്ട്, ഈ പാക്കിങ്ങിലൊന്നും ബോണ്ട് ഇടേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷേ അതിലൊക്കെ ബോണ്ട് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഒരു അപകടമാണ്. കാരണം ഈ ബോണ്ട് കണ്ടമാനം കയറി കഴിഞ്ഞാൽ തന്നെ ഓയിൽ ലൈനകത്തൊക്കെ കയറി ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഹെഡിൻ്റെ അവസ്ഥ. വാൽ സീറ്റൊക്കെ കത്തിപ്പോയേക്കുന്ന അവസ്ഥ. ഷേപ്പ്ലെസ് ആയിട്ടുണ്ട് വാൽ സീറ്റുകൾ. ഇതുപോലെ ആവണമെങ്കിൽ എന്തായാലും ഇത് ടൈമിങ് ഔട്ടായിട്ട് പിസ്റ്റൺ ടോപ്പുമായിട്ട് തട്ടിയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പിസ്റ്റൺ ടോപ്പും കൂടി നോക്കാം. എന്തായാലും ഹെഡ് കംപ്ലീറ്റ്ലി സർവീസ് ചെയ്താൽ അറിയാം എന്താ സ്ഥിതി എന്ന്. ഹെഡ് ഓടുകയോ ഇല്ലയോ എന്നുള്ളത് ഹെഡ് ലേത്തി കൊടുക്കുമ്പോൾ അറിയാം. അതേപോലെ നമ്മുടെ ലൈനേഴ്സ്, അതായത് നമ്മുടെ സിലിണ്ടർ ബോറിൽ നല്ല തേയ്മാനവും നല്ല സ്റ്റെപ്പും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സംശയം ഉള്ളത് എന്താ വെച്ചാൽ, ഇതിന് ഓയിൽ കൺസപ്ഷൻ വന്നിട്ട് റിങ്സ് മാറ്റിയൊരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഇനി ഓയിൽ റിങ് തിരിഞ്ഞു പോയെന്നൊരു സംശയമില്ലാതില്ല. കാരണം ഓയിൽ മേളിലോട്ടാണ് ഓടിക്കുന്നത്. സംഭവം മേളിലോട്ട് ഓയിൽ അടിക്കുന്നുണ്ട്. സിലിണ്ടറിലോട്ട് ഓയിൽ ഓടിക്കുന്ന പോലെയാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതുപോലെ വരുന്നൊരവസ്ഥയില്ല. കാരണം സിലിണ്ടറിലെല്ലാം അതുപോലെ കരിയും ഓയിലും കയറിയിട്ടുണ്ട്. മൊത്തം സ്ലഡ്ജ്. ആ ഒരു സ്റ്റേജിലാണ് ഈ വണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, ബ്ലോക്കിൽ നമുക്ക് പിസ്റ്റൻ്റെ അവസ്ഥ. പിസ്റ്റൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം എന്താ കാണുന്നത്. പിസ്റ്റനയിൽ വാൽവ് ടച്ച് അയക്കുന്ന പാട് നമുക്ക് കാണാം. കുറച്ചും കൂടി സൂം ചെയ്താൽ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ വാൽവ് ടച്ച് ചെയ്ത് വാലിടിച്ചിട്ടുണ്ട്. പിസ്റ്റൺ ടോപ്പയിൽ വാൽവ് ഇടിച്ച് ഓടിയിട്ടുണ്ട്. അത്രയ്ക്ക്. അപ്പം വാൽ സീറ്റുകളൊക്കെ ഡാമേജായി, വാലും ഡാമേജ് ആയിട്ടുണ്ടാവും. വാലിൻ്റെ സ്റ്റെമ്മിനൊക്കെ ഇത് വരും, ഡാമേജ് വരും, ഗൈഡൊക്കെ പോവും. അതെന്തായാലും സർവീസ് ചെയ്യുമ്പോൾ മാറുന്നതാണ്. എന്നിരുന്നാലും വാല് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് മാറേണ്ടതിന് വരും. ഇനി അടുത്തൊരു പിസ്റ്റൺ ഇതേപോലെ തന്നെ നമ്മൾ ക്രാങ്കി റൊട്ടേറ്റ് ചെയ്ത് കറക്കി മേളിലോട്ട് കൊണ്ടുവന്ന് നോക്കാം. ഇതിൻ്റെ അവസ്ഥ ഇത് തന്നെ. കണ്ട ഈ ഒരു പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് വന്ന് ഇടിച്ച് വന്നേക്കുന്ന പാടാണ്. പിസ്റ്റൺ ടോപ്പിൽ വാൽവ് ഇടിച്ചിട്ടുണ്ട്. പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര പ്ലേ ആണ്. രണ്ട് സൈഡിലോട്ടും അപ്പ് ആൻഡ് ഡൗണും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലേക്ക് നല്ല പ്ലേ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത്രയും രീതിയിലുള്ള പണികൾ വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഫോണിൽ കൂടെ ഒരു എസ്റ്റിമേഷൻ പറയുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ വണ്ടി ഇതേപോലെ നേരിട്ട് ഡിസസംബിൾ ചെയ്ത് ഓരോന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. ചില വണ്ടികൾക്ക് പണി കുറവായിരിക്കും, അപ്പം കോസ്റ്റ് കുറയും. ചിലതിന് പണി കൂടുതലായിരിക്കും, അപ്പോൾ കോസ്റ്റ് കൂടും. ചിലത് മിഡ് റേഞ്ചിൽ നിൽക്കും. അതുപോലത്തെ ഒരവസ്ഥയാണ്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് തുടച്ചിട്ട് ഇതിൻ്റെ കണ്ടീഷൻ കാണാം. ഇതുപോലെ സ്റ്റെപ്പ് വീണിട്ടുണ്ട്. അതായത് പിസ്റ്റൺ സ്ലാപ്പ് അടിച്ച് ഓടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊന്നും ചെയ്യാനില്ല. പുതിയ സ്ലീവും പുതിയ പിസ്റ്റൺ ഇറക്കാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നേരത്തെ ചെയ്ത വണ്ടിയുടെ അതേപോലത്തെ കോസ്റ്റ് പ്ലസ് ഈ ഇത്രയും ടർബോയും കാര്യങ്ങളുടെയൊക്കെ എക്സ്ട്രാ കോസ്റ്റിനകത്ത് വരും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. ഈ റീബിൽഡ് ഇതിൻ്റെ കംപ്ലീറ്റ് ഞാൻ ഇടുന്നില്ല, കാരണം ഓൾറെഡി കുറേ ബീറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം വർക്ക് തീർത്തിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കാണിച്ചു തരാം. അപ്പം വീണ്ടും ഉടനെ കാണാം.